ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വ്ലോഗ് കാണാം ദീപാവലിയുടെ. അപ്പോൾ ദീപാവലിയുടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇടില്ല, പൂജാ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം എന്ന്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ്. കൂടെ തന്നെ പോയ കൊല്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ദുബായിൽ നമ്മൾ എന്താ പറയുക, ദുബായ് സൈഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ആഘോഷമാണ് അവർ ദീപാവലിക്ക് ചെയ്യാന്നുള്ളത് ഇപ്രാവശ്യം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ പറ്റണ പോലെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ദീപാവലി ദിവസം നടന്നത്, എങ്ങനെയാണ് പൂജ ചെയ്തത്, എല്ലാം തന്നെ ഒരു വ്ളോഗായിട്ട് നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് കാണാം ഒരു ദീപാവലി വ്ളോഗ്. അപ്പോൾ ദീപാവലി പ്രിപ്പറേഷൻസ് തലേ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. തോരണം എന്ന് പറയുന്നത് ഇടുക എന്നുള്ളതൊക്കെയാണ്. ദേവിയുടെ പാദം വരയുക, പിന്നെ നന്നായിട്ട് കോലമൊക്കെ വരയ്ക്കാൻ അറിയുമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് പിന്നെ അതിൻ്റെ 7 അയലത്തിൽ കൂടെ കോലം വരയ്ക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇത് പൂജാ റൂമിലേക്കുള്ളതാണ്. ഇനി ഇതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ തൊണ്ടയുടെ കാര്യത്തിൽ വളരെ സോറി, തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അത് തീരെ ശരിയായിട്ടില്ല. അപ്പോൾ തലേ ദിവസം ഉള്ള പ്രിപ്പറേഷനാണ് കാണുന്നത്. നമ്മുടെ പൂജാ റൂം ഒരുക്കുന്നതും വെളിയിൽ തോരണം ഇടുന്നതും എല്ലാമാണ് കാണുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ബർദുബായിലുള്ള അമ്പലത്തിൽ നിന്നാണ്, അടുത്തു നിന്നുള്ള കടയിൽ നിന്നാണ് കിട്ടിയത്. ഈ ദീപാവലി സമയത്ത് തോരണങ്ങൾ തൂക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി നമ്മുടെ ഉമ്മറപ്പടിയിൽ അസലായിട്ട് കോലം ഇടണം. അതിപ്പോൾ എനിക്കറിയാത്തതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ 2 പാദങ്ങളും സ്വസ്തിക്കും വെക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അപ്പോൾ കോലമിട്ട് ആ ഒരു നടുവിലേക്ക് അത് വെച്ചതിന് ശേഷം പിന്നെ അപ്പുറവും ഇപ്പുറവും നമ്മൾ പാദങ്ങൾ വെച്ച്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വസ്തിക്ക് അപ്പുറവും ഇപ്പുറവും വെക്കുക. ഇതാണ് ആദ്യത്തെ ഒരു ചടങ്ങ് തലേ ദിവസം. ഇപ്പോൾ കാണുന്നത് ദീപാവലി ദിവസം രാവിലെ ആണ് നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ പൂജാ റൂമിൽ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. പൂജാ റൂമിൽ വിളക്ക് കത്തിച്ച് ദീപം കത്തിച്ച് എല്ലാ ദൈവങ്ങൾക്കും എന്താ പറയുക പട്ടക്ക് ഉടുത്തു കൊടുത്ത്, എല്ലാ കാമാക്ഷി വിളക്ക് തൊട്ട് മൺവിളക്ക് തൊട്ട് എല്ലാം വെച്ച് കുങ്കുമം മഞ്ഞളെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം രാവിലെ ഇതായിരുന്നു നമ്മുടെ രീതി. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ചടങ്ങാണ് നമ്മുടെ ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളും ഉണ്ടാക്കുക. ദീപാവലിയായിട്ട് നമ്മൾ വീട്ടിൽ സ്വീറ്റും കാരവും ഉണ്ടാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ദീപാവലി അല്ലേ? അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല, ഞാനൊക്കെ സ്വന്തം കൈപ്പടയിൽ ഉണ്ടാക്കി. വിനീസ് കിച്ചൺ ഫുൾ ഫോമിലായിരുന്നു. ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന ഏത് റെസിപ്പിയും നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് ഗുലാബ് ജാമുനിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഉണ്ടാക്കിയത്. 32 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഗുലാബ് ജാമുൻ, പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ ലഡു, പിന്നെ റവ ലഡു, മുറുക്കുകൾ, മിക്സ്ചറ്, പിന്നെ ജിലേബി, ബാദുഷ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് മുറുക്കുണ്ടാക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഓരോന്ന് നേരത്തെ തന്നെ ചെയ്തു. ബിക്കോസ് സന്ധ്യ ആവുന്നത് പെട്ടെന്നാവുന്നതുകൊണ്ട് ഞാൻ വേഗം രാവിലെ 9 മണിക്ക് തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിയായിട്ട് വരില്ല എന്ന് തോന്നിയതുകൊണ്ട് നേരത്തെ കൂട്ടിയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ കൂട്ടിയിട്ട് തന്നെ തുടങ്ങി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൽ വീണ്ടും പറയുന്നു, ഇതിലത്തെ ഏത് റെസിപ്പിയും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് കമൻറ്റിൽ എഴുതുക. നിങ്ങൾക്ക് നീറ്റായിട്ടുള്ള തനിയെ റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ എന്താ പറയുക പാക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ സാധനങ്ങൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇങ്ങടും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ മുറുക്ക് കണ്ടോ എന്ത് ചന്തത്തിലാണ് വന്നിരിക്കണമെന്നുള്ളത്. കാണാനുള്ള ചന്തം മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചൂടോട് കൂടിയിട്ട് അസല് മൊറുന്നുണ്ടായിരുന്നു. നല്ല സമാധാനമായിട്ട് സാവകാശമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മുറുക്ക് കാര്യങ്ങൾ, പലഹാരങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാം സാവകാശം തന്നെ ചെയ്തു തുടങ്ങി. പണികളുണ്ട്, എന്തിനാണമ്മ ഇപ്പം ഇത്രയൊക്കെ ചെയ്തു കൂട്ടണമെന്ന് ചോദിക്കാം. ദീപാവലിയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. പല പലഹാരങ്ങളും ഇങ്ങനെ ഉണ്ടാക്കല്ലേ. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ മെനക്കിടാൻ പറ്റാത്തതുകൊണ്ട് പോയി വാങ്ങിക്കണതല്ലേ. അപ്പോൾ അതാ ഞാൻ ലഡു, ബൂന്തി ലഡു ഉണ്ടാക്കുകയാണ്. പിന്നുള്ളത് ബേസൻ ഹൽവ, അതായത് മൈസൂർ പാവാണോ അല്ല, എന്നാൽ ഹൽവയാണോ അല്ല, രണ്ടിൻ്റെയും കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പാൽഗോവട പോലത്തെ കൺസിസ്റ്റൻസിയിൽ തോന്നിക്കുന്ന ഒരു ഹൽവയാണ് ഈ ബേസൻ ഹൽവ എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ലഡു ഒക്കെ പിടിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബൂന്തിയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ പഞ്ചസാര പാനിയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ ലഡു ഉരുട്ടാൻ തുടങ്ങി. അടുത്തതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവ ലഡുവാണ്. അതും പടപടപടേ എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ നോക്കി. എൻ്റെ റവ ലഡു, ഈ ലഡു, അതേമാതിരി തന്നെ മുറുക്ക് ഓൾറെഡി ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി കാണാത്തവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വീണ്ടും കറക്റ്റായിട്ട് വീണ്ടും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോളൂ. അപ്പോൾ ഒക്കെ ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി എന്നുള്ള സമാധാനം ഉണ്ടല്ലോ. ദേവിക്ക് വെക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രസാദം ഇല്ലെങ്കിൽ വാങ്ങിച്ച് വെക്കുന്ന പ്രസാദത്തിനും വ്യത്യാസമല്ലേ. അപ്പോൾ അങ്ങനെ ദീപാവലിയുടെ എല്ലാ പലഹാരങ്ങളും പടപടപടേ എന്ന് നമ്മൾ ഉണ്ടാക്കി തീർന്നിരിക്കുന്നു. അസലായിട്ടുണ്ടായിരുന്നു. കഴിച്ചവരെല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു നല്ല സൂപ്പറായിട്ടുണ്ട് വിനി, കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാം വീട്ടിലത്തെ കഴിക്കണത് എന്നുള്ളത്. അങ്ങനെ വൈകുന്നേരം ഒരു 4:30-5 മണി ആയപ്പോൾ തന്നെ വീടിൻ്റെ മുമ്പിൽ എനിക്കറിയുന്ന പോലെ കോലമിട്ടു. അറിയാലോ, എൻ്റെ വരയ്ക്കലും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. പിന്നെ നമ്മൾ ദേവിയെ വെച്ചു, മഹാലക്ഷ്മിയെ വെച്ചു. മഹാലക്ഷ്മിയെ പൂജിക്കുന്ന സമയത്ത് നാരായണനെ പൂജിക്കാതിരിക്കരുത്. അതുകൊണ്ട് നാരായണമൂർത്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു, വിഘ്നേശ്വരൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവിടെയും മൺവിളക്ക് തെളിയിക്കുക. അതുമാത്രമല്ല എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ദീപാവലി പൂജയുടെ വെക്കേണ്ട രീതി. നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? ഭഗവാനെ വെക്കണം, നാരായണനെ വെക്കണം, ലക്ഷ്മി വെക്കണം, അതേമാതിരി വിഘ്നേശ്വരൻ വെക്കണം. ഇതാണ് പാവവിളക്ക്. ഇത് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ പാവവിളക്ക് വളരെ ഫേമസ് ആണ്. നമുക്ക് ഏതൊരു നല്ല കാര്യത്തിനും പാവവിളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും വെച്ചു, ഞാനെല്ലാം കത്തിച്ചു. ഇനി നിങ്ങൾ താഴെ കാണുന്നത് ദീപങ്ങളിൽ വെച്ചിരിക്കുന്ന നവധാന്യങ്ങളാണ്. നവധാന്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നവഗ്രഹങ്ങളെ തന്നെയാണ്. പിന്നെ കാണുന്നതാണ് നമ്മുടെ ഗോപുര വിളക്ക്. ഇതെല്ലാം നമുക്ക് ട്രഡീഷണലായിട്ട് ദീപാവലിക്ക് വെക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് വാങ്ങിക്കാൻ നോക്കുക. വെളിയിലും മൺവിളക്ക് തന്നെ നമ്മൾ കത്തിക്കാൻ നോക്കുക. ഇത് കാറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എങ്കിലും കൂടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും വിളക്ക് കത്തിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട ആചാരങ്ങൾ ചടങ്ങ് പ്രകാരം നമുക്ക് പറ്റുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നന്നായിട്ടുള്ള മൺവിളക്ക് വെക്കാൻ നോക്കുക. പക്ഷേ നവധാന്യങ്ങൾ അന്നത്തെ ദിവസം വെക്കാൻ നോക്കുക. എന്നിട്ട് ലക്ഷ്മി പൂജ ചെയ്യുക. ആ 9 ചെറിയ തകിഴി വിളക്കിലും നമ്മുടെ മൺവിളക്കിലും 9 ധാന്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അത് നവഗ്രഹങ്ങളെ ആണ് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രസാദങ്ങളെല്ലാം വിളമ്പിയിട്ട് നമ്മൾ ലക്ഷ്മി പൂജയാണ് ചെയ്യുന്നത്. ലക്ഷ്മി അഷ്ടോത്രം, അതേമാതിരി തന്നെ ലക്ഷ്മി മന്ത്രങ്ങൾ എല്ലാം തന്നെ നമ്മൾ ചൊല്ലിയിട്ടാണ്, നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് നമ്മൾ പൂജ കഴിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, അതേമാതിരി തന്നെ നല്ല ഐശ്വര്യത്തോടു കൂടിയിട്ട് വീടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന, കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പൂജയാണ്. അത് ഒരു കാലത്തും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഇനി പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബർദുബായിക്കാണ്. ബർദുബായിൽ ഇതിപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗോൾഡൻ സാൻഡ്സ് എന്ന് പറയുന്ന ഏരിയ. ആ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ലൈറ്റ് ഇടൽ മത്സരത്തിൻ്റെ
അത്രയ്ക്ക് ആൾക്കാരും കോമ്പറ്റീഷനുമായിരുന്നു ഈ ഒരു ദീപാവലി ടൈമിൽ നിങ്ങൾ കാണുക. ഫുൾ ആൻഡ് ഫുൾ പടക്കങ്ങളും പൊട്ടിക്കലും ഫുൾ വീടുകൾ മുഴുവൻ അലങ്കരിക്കലും എല്ലാം തന്നെയാണ് നിങ്ങൾ കണ്ടത്. അത്രയ്ക്ക് സൂപ്പറാണ്. പോയ കൊല്ലവും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്കൊല്ലം ആൾക്കാരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും വാക്സിനേറ്റഡ് ആയിട്ട് എല്ലാവരും അവരവരുടെ ആൾക്കാരുടെ കൂടെ ആഘോഷിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഓ മൈ ഗോഡ്, വി ആർ ബാക്ക് ടു നോർമൽ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് ഒരു ചടങ്ങും ആഘോഷിക്കാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് എത്ര നമ്മൾ കഷ്ടപ്പെട്ടു. നോക്കൂ, ജനങ്ങൾ മുഴുവൻ പുറത്തായിരുന്നു. എല്ലാവരും അവരവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആഘോഷിച്ച്, ദുബായ് ആണോ ഇത്, പടക്കം പൊട്ടണ കാണണം, ഇത് ദുബായ് തന്നെ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും എൻജോയ് ചെയ്തു. മനു കിച്ചൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ ദൂരത്തുനിന്ന് ഡ്രൈവ് ചെയ്ത് വരും. അത്രയ്ക്ക് സൂപ്പറാണ് ദുബായ് ഒരുങ്ങാറുള്ളത്. നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കില്ല ദുബായിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന്. ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രാഫിക് ആണെങ്കിൽ പോലും ഞങ്ങളിത് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഏരിയ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇന്ത്യൻസ് ആയിട്ട് നമ്മളവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാരില്ല. ഇവിടെ അങ്ങനെയല്ല. എന്ത് ആഘോഷമായിരുന്നു എന്നറിയോ, നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമായിരുന്നു. ഞങ്ങളിത് എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ദിവസം. അസുഖങ്ങളാണെങ്കിൽ പോലും തൊണ്ടയ്ക്കൊന്നും വയ്യാണ്ടിരുന്നാൽ കൂടിയിട്ട് നല്ലൊരു ദിവസം നമ്മൾ വീട്ടിലുള്ള പൂജകളും നമ്മൾ ചെയ്ത് നമ്മുടെ കൈകൊണ്ട് ദേവിക്ക് പ്രസാദം വെച്ച് നമ്മൾ കഴിച്ച് പൂജകളൊക്കെ കഴിഞ്ഞ് മക്കളെയും കൂട്ടി പുറത്തിറങ്ങി ഈ കാഴ്ചകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്ത് എല്ലാം കണ്ട തൃപ്തിയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ദീപാവലി ദിവസം, ദീപാവലിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങട് നമ്മൾ വിനീസ് കിച്ചൺ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ എപ്പോഴും നിങ്ങൾക്ക് വരുന്ന പോലെ റെസിപ്പീസ് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, Vinny's Kitchen.